മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. വ്യാസവാക്യജലൗഖ്യേന കൃതർക്കതരുഹാരിണ വേദശൈലാവതീർണേന നീരജസ്കാമഹീകൃത എന്ന് മാർക്കണ്ഡേയ പുരാണത്തിൽ പറയുന്നുണ്ട്. അർത്ഥം ഇതാണ്: വൈദിക ജ്ഞാന വിജ്ഞാനങ്ങളുടെ ഉത്തുംഗ ശൃംഗങ്ങളിൽ നിന്ന് ഉദ്ഭവിച്ച് കുതർക്കങ്ങളുടെ വൻമരങ്ങളെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് പ്രവഹിക്കുന്ന വ്യാസവാണി, വ്യാസദേവ മഹർഷിയുടെ വചനങ്ങൾ ഈ ഭൂമണ്ഡലത്തെ രജോനിർമുക്തമാക്കി. ജനമേജയ മഹാരാജാവ് തൻ്റെ പൂർവികരായ പാണ്ഡവർ വനത്തിൽ എങ്ങനെയാണ് കഴിഞ്ഞുകൂടിയത് എന്ന് വൈശമ്പായന മഹർഷിയോട് ചോദിക്കുകയാണ്. ദ്രൗപദി എങ്ങനെ വനത്തിലെ അപകടങ്ങളെ തരണം ചെയ്തു, പാണ്ഡവർ എങ്ങനെയാണ് അവിടെ കഴിഞ്ഞുകൂടിയത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ജനമേജയ മഹാരാജാവ് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് വൈശമ്പായന മഹർഷിയോട് വേഗത്തിൽ ചോദിച്ചുകൊണ്ട് പാണ്ഡവരെങ്ങനെ ഹസ്തിനപുരം വിടുകയാണ്, വനത്തിലേക്ക് പോവുകയാണ്. വർദ്ധമാനപുരത്തിനടുത്തുള്ള നഗരവാതിലിലൂടെ അവർ വടക്കോട്ടേക്ക് സഞ്ചരിച്ചു. ഇന്ദ്രസേനനടക്കം 14 സേവകന്മാർ പത്നി സമേതം അവരെ അനുഗമിച്ചു. കൂടാതെ കുറേ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും അവരുടെ പിന്നാലെ നടന്നു. പ്രജകൾ അതീവ ദുഃഖിതരായി യുധിഷ്ഠിരന്റെ പിന്നാലെ നടന്നു. ഞങ്ങൾ എങ്ങനെ ആ ദുഷ്ടനായ ദുര്യോധനന്റെ കൂടെ വസിക്കും പ്രഭോ, ഞങ്ങളെയും കൊണ്ടുപോകൂ വനത്തിലേക്ക്. പ്രജകൾ തേങ്ങാൻ തുടങ്ങി. അപ്പോൾ യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ അമ്മ കുന്തി അടക്കം ഒരുപാട് പേർ, ഭീഷ്മ പിതാമഹൻ, ദ്രോണർ, കൃപർ തുടങ്ങി വിതുരർ തുടങ്ങി ഒരുപാട് സജ്ജനങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. അവർക്ക് ജീവിക്കാമെങ്കിൽ നിങ്ങൾക്കും അവിടെ പേടികൂടാതെ ജീവിക്കാം. ഞങ്ങൾ മടങ്ങി വരിക തന്നെ ചെയ്യും എന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു യുധിഷ്ഠിരൻ. ഗംഗാനദിയുടെ തീരത്ത് വലിയ ഒരു വൃക്ഷമുണ്ട്, ഒരു വടവൃക്ഷം. അതിൻ്റെ പേരാണ് പ്രമാണകോടി. ഈ പ്രമാണകോടിയുടെ താഴത്ത് പാണ്ഡവർ വിശ്രമിച്ചു. കൈകാൽ കഴുകി വന്ന് സന്ധ്യാവന്ദനം നടത്തി. ബ്രാഹ്മണരും പാണ്ഡവരുടെ ചുറ്റും ഇരുന്ന് ചർച്ചകൾ നടത്തി. തങ്ങളെ അനുഗമിക്കുന്ന ബ്രാഹ്മണരോട് യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു: ഹേ ശ്രേഷ്ഠരെ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക. വനത്തിലുള്ള ജീവിതം ദുഷ്കരമാണ്. ഞങ്ങളുടെ വിധിയാണത്. ഞങ്ങൾ ചൂതിൽ തോറ്റു. ഞങ്ങൾ പണയ വസ്തുക്കളായി. ഞങ്ങളിതാ വാക്കുപാലിക്കുന്നു. 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും. ഞങ്ങൾ വനത്തിലേക്കാണ് പോകുന്നത്. അവിടെ ഭീകര ജന്തുക്കളുണ്ട്, അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്, ജീവന് തന്നെ ആപത്താണ്. അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക. കൂട്ടത്തിൽ ശൗനകൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ യുധിഷ്ഠിരനോട് ഇങ്ങനെ പറഞ്ഞു. ശൗനകൻ എന്ന ബ്രാഹ്മണന് പാണ്ഡവരെ വളരെ ഇഷ്ടമായിരുന്നു. ശൗനകൻ ഇങ്ങനെ യുധിഷ്ഠിരനോട് പറയുകയാണ്: അല്ലയോ അജാതശത്രു യുധിഷ്ഠിര, ധർമ്മരാജാവേ, അജ്ഞാനികൾക്ക് നിത്യവും അസംഖ്യം ദുഃഖങ്ങൾ ഉണ്ടാകും, ഭയവും ഉണ്ടാകും. ജ്ഞാനമില്ലാത്ത മനുഷ്യർക്കും മറ്റ് ഏത് ജീവജാലങ്ങൾക്കും എന്താണ് ബലം? ദുഃഖമാണ്, ഭയവുമാണ്. സജ്ജനങ്ങൾക്കാവട്ടെ മനോബലത്താൽ എല്ലാ ദുഃഖങ്ങളെയും ഭയത്തെയും മാറ്റാൻ കഴിയും. അങ്ങേക്ക് എന്തിനു ദുഃഖം, എന്തിനു വിഷമം? അങ്ങ് അചഞ്ചലമായ മനോബലം നേടിയ ആളാണ്. അതുകൊണ്ട് തന്നെ ധനനാശത്തിലോ ദാരിദ്ര്യ ബാധയിലോ ആപത്തുകളിലോ അങ്ങ് ദുഃഖിക്കേണ്ട ആവശ്യം വരുന്നില്ല, ദുഃഖിക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനൊരു രാജാവാണ് യുധിഷ്ഠിര നിങ്ങൾ. ശൗനകൻ തുടർന്നു: രാജാവേ, മഹാനായ ജനകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ശാരീരികമായ ദുഃഖങ്ങൾക്ക് 4 കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 1 രോഗം, 2 അമിതാധ്വാനം, 3 ദുഃഖസ്പർശം, 4 ആഗ്രഹിച്ചത് കിട്ടാതിരിക്കൽ. ഇതാണ് നമ്മൾ മനുഷ്യർക്കും നമ്മുടെ ദുഃഖങ്ങൾക്കുള്ള കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. 4 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ദുഃഖം വരുന്നത്. ഏതൊക്കെയാണത്? 1 രോഗം, 2 അമിത അധ്വാനം, 3 ദുഃഖസ്പർശം, ദുഃഖങ്ങൾ സംഭവിക്കുക, 4 ആഗ്രഹിച്ചത് കിട്ടാതിരിക്കൽ. അതാണ് കൂടുതലും ദുഃഖത്തിന് കാരണമായി വരുന്നത്, അല്ലേ? ആഗ്രഹിച്ചത് കിട്ടാതിരിക്കൽ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ കുറയ്ക്കണമെന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പാഠം. ചുട്ടുപഴുത്ത ഒരു കഷ്ണം ഇരുമ്പ് വെള്ളത്തിലിടുമ്പോൾ
നന്നായിട്ട് ചുട്ടുപഴുത്ത ഒരു കഷ്ണം ഇരുമ്പ്, ആ വെള്ളം കൂടി ചൂടാകുന്നു. അതുകൊണ്ട് നമ്മുടെ ചിന്താകലുഷിതമായ മനസ്സാണ് എല്ലാ രോഗാവസ്ഥയ്ക്കും കാരണം. അത് നമ്മുടെ ശരീരത്തെ കൂടി വ്യതയായി ബാധിക്കുന്നു. വെള്ളം ഒഴിച്ചാൽ തീ അണഞ്ഞു പോകും. അതുപോലെ ജ്ഞാനം കൊണ്ട് വേണം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ. അതായത് അറിവുകൾ നേടുക, ആഴത്തിൽ പഠിക്കുക. ആ ജ്ഞാനം നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെ മാറ്റി മറിക്കുന്നു. നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിന് ആരോഗ്യം നൽകുന്നു, അതോടൊപ്പം നമ്മുടെ ശരീരത്തിനും ആരോഗ്യം നൽകുന്നു. മനസ്സിന്റെ ദുഃഖം അകലുമ്പോൾ ശരീരത്തിന്റെ ദുഃഖവും അകലുന്നു. ഇതിനൊക്കെ കാരണം സ്നേഹമാണ്. നമ്മളിലുള്ള സ്നേഹമാണ് മനോദുഃഖത്തെ. മിത്രങ്ങളെ ധാരാളം നാം നേടണം, ധനം സമ്പാദിക്കണം, പക്ഷേ അതിൽ ആസക്തി പാടില്ല. അദ്ദേഹം തുടരുകയാണ്, ചിന്ത കൊണ്ട് നമ്മൾ സ്നേഹത്തെ ഉപേക്ഷിക്കണം. ചിന്ത കൊണ്ട് നമ്മൾ സ്നേഹത്തെ ഉപേക്ഷിക്കണം. സ്നേഹമാണ് എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം. ഉത്കണ്ഠയുടെ മാതാവായ തൃഷ്ണ അധർമ്മം നിറഞ്ഞതാണ്. മൂഢനും തൃഷ്ണയെ കൈവെടിയാനാവില്ല, വിഡ്ഢിക്കും തൃഷ്ണയെ കൈവെടിയാൻ ആവില്ല. തൃഷ്ണയെ കൈവെടിയുക തന്നെ വേണം. ഒരു പണക്കാരൻ ഭയക്കുന്ന 4 കാര്യങ്ങളുണ്ട്. 1 അഗ്നി, തീയിനെ. 2 ജലം, വെള്ളത്തെ. 3 കള്ളന്മാരെ. താൻ ഉണ്ടാക്കിയതെല്ലാം കട്ടുകൊണ്ടുപോകുമോ എന്ന ഭയം കൊണ്ട്. പിന്നെ കുടുംബത്തെ. ഈ 4 കാര്യങ്ങളെയാണ് ഒരു പണക്കാരൻ ഭയക്കുന്നത്. അമിതമായ ധനം നമുക്ക് വേണ്ട എന്നാണ് ശൗനകൻ എന്ന ബ്രാഹ്മണൻ യുധിഷ്ഠിരനോട് പറയുന്നത്. അജ്ഞാനം ഉള്ള ആളുകൾ, അതായത് അജ്ഞാനികൾ, എപ്പോഴും അസംതൃപ്തരാണ്. അവർക്ക് എന്ത് കിട്ടിയാലും തൃപ്തിയില്ല. നേരെ മറിച്ച് ജ്ഞാനികളാവട്ടെ, അവർ സംതൃപ്തരാണ്. ഉള്ളത് കൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കുന്നവരാണ് ജ്ഞാനികൾ, അറിവുള്ളവർ. അതുകൊണ്ട് യുധിഷ്ഠിര, നിങ്ങൾ ധനമോഹം കൈവെടിയുക, ജ്ഞാനം കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക, മനസ്സിനെ ബലപ്പെടുത്തുക, സ്നേഹത്തെ ഉപേക്ഷിക്കുക, ശൗനകൻ പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ ഇങ്ങനെ മറുപടിയായി പറഞ്ഞു, അതായത് അതിഥികൾക്ക് നമ്മൾ കൊടുക്കുന്ന സത്കാരവും ധനവും ഒക്കെ സനാതന ധർമ്മമാണ്. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടിയല്ല ധനമൊന്നും ആഗ്രഹിച്ചത്. എന്നെ നമ്പി എന്നെ കരുതി എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഈ ബ്രാഹ്മണരെ ഊട്ടേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ അതുണ്ടോ? ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് തിരിച്ചു പോകാൻ. യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ ഗതി തലതിരിഞ്ഞതാണ്. അങ്ങയെപ്പോലുള്ള സജ്ജനങ്ങളെ ഞാൻ നമിക്കുന്നു. ശൗനകൻ യുധിഷ്ഠിരനോട് ഇങ്ങനെ പറഞ്ഞു. ദുര്യോധനനെ പോലുള്ള ആളുകൾക്ക് സന്മാർഗവും അതുപോലെ തന്നെ ദുർമാർഗവും തിരിച്ചറിയാൻ കഴിയുന്നില്ല. തുടർന്ന് യുധിഷ്ഠിരനോട് ശൗനകൻ ഇങ്ങനെ പറയുകയാണ്, അതായത് ഇന്ദ്രിയ സുഖത്തിൽ മുഴുകിപ്പോകാതെ, വിഷയാസക്തനാവാതെ ശ്രേഷ്ഠമായ കർത്തവ്യങ്ങൾ പാലിക്കണം രാജാവേ. യജ്ഞം, അധ്യയനം, ദാനം, തപസ്, സത്യം, ക്ഷമ, ഇന്ദ്രിയ നിഗ്രഹം, നിർലോഭത എന്നീ 8 ധർമ്മമാർഗങ്ങൾ, ഈ 8 ധർമ്മമാർഗങ്ങൾ അഹങ്കാര സ്പർശമില്ലാതെ കർത്തവ്യബോധത്തോടെ അനുഷ്ഠിക്കുക എന്ന് ശൗനകൻ യുധിഷ്ഠിരനെ ഉപദേശിച്ചു. ഇതെല്ലാം കേട്ട് ദൗമ്യ പുരോഹിതന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് യുധിഷ്ഠിരൻ. ഇന്നത്തെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വനപർവ്വത്തിലെ ആദ്യത്തെ ഭാഗം. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ. മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ.